കാണാൻ കഴിയുന്നു. ഒന്നാമത്തെ അധ്യായത്തിൽ നിന്നും രണ്ടാമത്തെ അധ്യായവും മൂന്നാമത്തെ അധ്യായവും ശരിക്കും നമ്മൾ പഠിക്കുമ്പോൾ ഇതിനകത്തുള്ള കുറേ ആഴങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. സ്തോത്രം. ഒന്നാം അധ്യായവും രണ്ടാം അധ്യായവും മൂന്നാമത്തെ അധ്യായവും നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം. എന്നാൽ ഹെഡിങ് നിങ്ങൾ എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തക അവലോകനം. ആമേൻ. സ്തോത്രം. എഴുതാമോ? അല്പമായി. 2 രാജാക്കന്മാരുടെ ചരിത്രം. രണ്ട് മുഖ്യ കാലഘട്ടങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന്, BC 722 ഇസ്രായേലിൻ്റെ 10 ഗോത്രങ്ങൾ. തകർച്ചയ്ക്ക് മുമ്പിലുള്ള ഇരു രാജ്യങ്ങളുടെയും ചരിത്രം. തകർച്ചയ്ക്ക് മുൻപിലുള്ള ഇരു രാജ്യങ്ങളുടെയും ചരിത്രം. അധ്യായം 1 അതിൻ്റെ 17. അധ്യായം 1 അതിൻ്റെ 17. ഇസ്രായേലിൻ്റെ തകർച്ചയ്ക്ക് ശേഷം BC 586 യഹൂദയുടെ തകർച്ച വരുവാനുള്ള യഹൂദയുടെ ചരിത്രം. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. രാജാക്കന്മാരുടെ തുടർച്ചയായ ക്രമം ഇസ്രായേലിനുണ്ടായിരുന്നു. ക്രമം ഇസ്രായേലിന് ഉണ്ടായിരുന്നു. അധ്യായം 3 അതിൻ്റെ 2-ാമത്തെ വാക്യം. ഇസ്രായേലിൻ്റെ ഭയങ്കരമായ വിശ്വാസത്തിൻ്റെ നടുവിൽ ദേശത്തെയും നായകന്മാരെയും യഹോവെങ്കിലേക്കും അവൻ്റെ ഉടമ്പടിയിലേക്കും തിരിയേണ്ടതിനു
തിരിയേണ്ടതിന് ഏലിയാവിനെയും എലിശയും പോലെ ഉള്ള ഏലിയാവിനെയും എലിശയും പോലെയുള്ള ശക്തരായ പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ദൈവം എഴുന്നേൽപ്പിച്ചതായി രണ്ട് രാജാക്കന്മാരിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അധ്യായം 1:9. അധ്യായം 1:9. മറുഭാഗത്ത് ജനത്തിൻ്റെ ഹൃദയം ദൈവത്തിങ്കലേക്ക് തിരിയുവാനായി പരിശ്രമിച്ചു. ഹിസ്കീയാവ് അധ്യായം 18 അതിൻ്റെ 21 വാക്യം. 22 23 വാക്യം. എന്നിവരെ പോലെയുള്ള ദൈവഭക്തിയുള്ള ഭരണകർത്താക്കൾ ഉണ്ടായിരുന്നതിനാൽ യഹൂദയ്ക്ക് വിടുതൽ ലഭിച്ചിരുന്നു. എങ്കിലും നിലവിലുണ്ടായിരുന്ന വിഗ്രഹ ആരാധനയുടെയും അതിക്രമങ്ങളുടെയും അക്രമത്തിൻ്റെയും തരംഗം നീക്കം ചെയ്യേണ്ടതിന് ഈ രാജാക്കന്മാർ BC 586 യെരുശലേമിന് നേരെയുള്ള നെബൂഖദ്നേസറിന്റെ നേതൃത്വത്തിൽ യഹൂദയുടെ നാശം വളരെ വേഗത്തിലായിരുന്നു. യഹൂദയുടെ നാശം വളരെ വേഗത്തിലായിരുന്നു. അധ്യായങ്ങൾ 23 അധ്യായം 24, 25 അധ്യായങ്ങൾ.
ഒരധ്യായം വായിക്കാമോ? 18-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു വരാമോ? 18-ാം അധ്യായം അതിൽ 21-ാമത്തെ വാക്യം ഒരാളിന് ശക്തമായി ദൈവസന്നിധിയിൽ വായിക്കാമല്ലോ. ചതഞ്ഞ ഓടക്കോലായ ഈ മിസ്രയീമിലല്ലോ നീ ആശ്രയിക്കുന്നത്. അതിന്മേൽ ഒരുത്തൻ ഊന്നിയാൽ അത് അവന്റെ ഉള്ളം കയ്യിൽ തറച്ചുകൊള്ളും. മിസ്രയീം രാജാവായ ഫറവോൻ തന്നിൽ ആശ്രയിക്കുന്ന ഏവർക്കും അങ്ങനെ തന്നെ ആകുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് 18-ാമത്തെ അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ. ആമേൻ. മിസ്രയീം രാജാവായ ഫറവോൻ തന്നിൽ ആശ്രയിക്കുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ രാജ്യങ്ങൾ തകർക്കാൻ അല്ലെങ്കിൽ തകരാനുള്ള ഏറ്റവും ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ രാജാക്കന്മാരുടെ ഭരണങ്ങളും വിഗ്രഹ ആരാധനകളുമാണ്. ആമേൻ. ഈ രാജ്യങ്ങൾ തമ്മിൽ തകരാനുള്ള മെയിൻ കാരണം. സ്തോത്രം. ഒന്ന്, ആഹാബിൻ്റെ വഴിവിട്ട ജീവിതം. ആഹാബിൻ്റെ വിവാഹം തുടങ്ങി ദൈവഹിതമില്ലാത്ത പ്രവണതകൾ ഇസ്രായേലിൽ കൊടികുത്തി വാണു. അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ വലിയ മഹത്വവും ശ്രേഷ്ഠകരമായ കരുതലും വെളിപ്പെട്ടു. ആ സമയത്താണ് 17-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ ഏലിയാവിനെ കർത്താവ് അവിടെ കൊണ്ടുവന്നത്. ഏലിയാവ് ആഹാബിൻ്റെ മുഖാമുഖം നോക്കി ആ രാജ്യത്ത് സംഭവിക്കേണ്ട സംഭവ വികാസത്തെക്കുറിച്ച് ഉറപ്പായിട്ട് മുഖത്ത് നോക്കി പറഞ്ഞ ഒരു പ്രവാചകനാണ് ഏലിയാവ്. എന്നാൽ ഏലിയാവിൻ്റെ കാലഘട്ടം 1-ാമത്തെ അധ്യായം 2-ാമത്തെ അധ്യായ പുസ്തകത്തിൽ കഴിഞ്ഞു വരുമ്പോൾ താൻ എടുക്കപ്പെടുന്നതിന് കുറച്ച് മുൻപ് രാജ്യങ്ങളുടെ തകർച്ച അവിടെ ഉടലെടുക്കുകയാണ്. മാറി മാറി വന്ന രാജാക്കന്മാര്, യോവാശ് തുടങ്ങി ഹിസ്കിയാവ് തുടങ്ങിയുള്ള രാജാക്കന്മാർ എന്ത് ചെയ്യുമെന്നറിയാമോ? വിഗ്രഹ ആരാധനകൾക്ക് മുൻസ്ഥാനം കൊടുത്തു. എന്താണ് വിഗ്രഹാരാധന? കല്ലും മണ്ണും കൊണ്ട് ആരാധിക്കുന്ന ദൈവമല്ല, അതിനെ മാത്രം ഉദ്ദേശിച്ചല്ല ഇവിടെ പറയുന്നത്. എന്നാൽ ആ കാലഘട്ടത്തിൽ കല്ലും മണ്ണുമായിരുന്നു, മരങ്ങളും കൂടെ ചേർത്തു വച്ചാണ് വിഗ്രഹാരാധനയ്ക്ക് അവർ മുൻതൂക്കം കൊടുത്തത്. അപ്പോൾ തന്നെ പുതിയ വിശ്വാസികളായിരിക്കുന്ന നമ്മോട് ദൈവം പറയുന്നത്, ദൈവത്തെക്കാൾ എന്തിനെ ഒരു മനുഷ്യൻ സ്നേഹിച്ചാലും അത് വിഗ്രഹ ആരാധന ആണ് എന്ന് തന്നെ പുതിയ നിയമം നമ്മെ പൗലോസ് ശ്ലീഹ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ആമേൻ. ഇപ്പോൾ മനുഷ്യ ദൈവങ്ങൾ കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന നമ്മുടെ രാജ്യത്ത്, സ്തോത്രം, ദൈവത്തെക്കാൾ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ നമ്മുടെ ഇടയിൽ കാട്ടുതീ പടരുന്നത് പോലെ ആളിപ്പടരുകയാണ്. അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വീഴ്ചയ്ക്ക് കാരണമായി തീരും. ഇന്നങ്ങനെ തന്നെയാണ്. പലപ്പോഴും പല രാജ്യങ്ങളും പലതും തകർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഗസയെപ്പറ്റി പഠിക്കുമ്പോൾ ബൈബിൾ ശക്തമായി പറയുന്നു, ഒരു സമയം ഇത് തകർന്നു മാറുമെന്ന്. സ്തോത്രം. തകർന്നു മാറിയില്ലേ? പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നില്ലേ? അവിടെ എന്താ അങ്ങനെ സംഭവിച്ചത്? വിഗ്രഹ ആരാധന എന്ന വലിയ ഒരു പ്രവണത അവിടെ കുടിയേറി പാർത്തു. അപ്പോൾ തന്നെ കണക്ക് പുസ്തകങ്ങൾ പറയുന്നതും കഴിഞ്ഞ ദിവസങ്ങളിലെ ചാനലുകളും മാധ്യമങ്ങളും വിളിച്ചു പറയുന്നത്, ആ ഗസയിൽ തന്നെ ഏകദേശം 8,000-ഓളം അഭിഷക്തന്മാർ പാർത്തിരുന്നു എന്നാണ്. വലിയൊരു കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ 8,000-ലപ്പുറം അഭിഷക്തന്മാർ ആ യുദ്ധത്തിനകത്ത് എന്ത് ചെയ്തു? മരണപ്പെട്ടു. സ്തോത്രം. ആമേൻ. നോക്കിക്കേ, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങളുണ്ടായി, രാജാക്കന്മാർ തമ്മിൽ യുദ്ധങ്ങളുണ്ടാകും എന്ന് സങ്കീർത്തനങ്ങൾ എഴുതി തുടങ്ങുമ്പോൾ തന്നെ ദാവീദ് രാജാവ് പ്രാരംഭത്തിലേ പറഞ്ഞു, രാജ്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്യും? എതിർക്കും എന്ന് അവിടെ തന്നെ നമുക്ക് വായിക്കാൻ കഴിയും 2-ാം സങ്കീർത്തനത്തിൽ. ഇരുമ്പ് കോല് കൊണ്ട് അവരവരെ തകർക്ക, കുശവന്റെ പാത്രം പോലെ ഉടച്ചു കളയുമെന്നൊക്കെ നമ്മൾ വായിച്ചു. പക്ഷേ ഈ 18-ാമത്തെ അധ്യായത്തിൻ്റെ 21-ാമത്തെ വേദാംശത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു വലിയ പരമപ്രധാനമായ ഒരു ദൂത് അതിനകത്തുണ്ട്. ഒരു വാക്യം കൂടെ നമുക്ക് കയറി വായിക്കാം. ആമേൻ. എഹെസ്കേലിന്റെ പുസ്തകം 29-ാമത്തെ അധ്യായത്തിൻ്റെ 6ഉം 7ഉം വാക്യം, ആമേൻ, ഒന്ന് ശക്തമായി ഒന്ന് വായിച്ചാട്ടെ. അത് വായിച്ച ശേഷം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ കൂടെ നമുക്ക് വായിക്കാം. ആദ്യം വായിക്കേണ്ടത്
ആമേൻ. ആ പുസ്തകത്തിൻ്റെ 29-ാമത്തെ അധ്യായം അതിൻ്റെ 6ഉം 7ഉം വാക്യം ഒന്ന് വായിച്ചേ. സ്തോത്രം. മിസ്രയീം നിവാസികൾ ഇസ്രായേൽ ഗൃഹത്തിന് ഒരു ഓടക്കോലായിരുന്നത് കൊണ്ട് അവരൊക്കെയും ഞാൻ യഹോവയെന്ന് അറിയും. അവർ നിന്നെ കയ്യിൽ പിടിച്ചപ്പോഴേക്ക് നീ ഒടിഞ്ഞ അവരുടെ തോളൊക്കെയും കീറിക്കളഞ്ഞു. അവർ ഊന്നിയപ്പോഴേക്ക് നീ ഒടിഞ്ഞ അവരുടെ നടുവൊക്കെയും കുലുങ്ങുമാറാക്കി. നോയിക്കേ, ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ട് കണ്ടോ? 29-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിനകത്ത് പറഞ്ഞത് കേട്ടോ. അവിടെ എന്താണോ ദൈവാത്മാവ് അന്ന് ആ പ്രവാചകനോട് സംസാരിച്ചത് അതേപോലെ തന്നെ ദൈവം അവിടെ മിസ്രൈമിന്റെ നടുവിൽ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ദൈവം ചെയ്യുന്നത് മിസ്രൈം ദേശത്ത് അവൻ ചെയ്ത ആമേൻ വേലയ്ക്ക് പ്രതിഫലമായി ആമേൻ കൊടുക്കുന്ന അവർ എനിക്ക് ആമേൻ തന്നിട്ടുള്ളത് പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അപ്പോൾ 20ഉം 21ഉം 22ഉം 19ഉം വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ വായിക്കുന്നത് നമുക്കറിയാം. നെബൂഖദ്നേസർ രാജാവിൻ്റെ ആണ്ടുകളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ബാബിലോൺ സാമ്രാജ്യത്തിൽ വെളിപ്പെട്ടു. ബാബിലോണിയും ആ സാമ്രാജ്യത്തിനകത്ത് നിന്ന് വിഗ്രഹാരാധന വളരെ ശക്തമായി. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന ബാലന്മാർ, ദാനിയേൽ തുടങ്ങി ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകന്മാരാകുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ വരെ അതിനകത്ത് ഉൾപ്പെടുത്തുവാൻ അവർ ശ്രമിച്ചു. ഇന്നും അങ്ങനെ തന്നെയാണ്. പലയിടത്തും വിഗ്രഹാരാധന ശക്തമായി ഉയരുന്നു. ഇന്ന് ഞാനൊരാളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്. ഒരു അഭിഷക്തൻ, ഒരു പിതാവിന് 3 മക്കൾ, അതിൽ 2 പേര് അഭിഷക്തന്മാരാണ്. അവർ ശക്തമായി വിദേശ രാജ്യങ്ങളിൽ ശുശ്രൂഷിക്കുന്നവരാ. പക്ഷെ അവരുടെ ഒരു അഭിഷക്തൻ്റെ അവരുടെ പിതാവ് മരിച്ചപ്പോൾ, കഴിഞ്ഞ ദിവസം പിതാവ് മരിച്ചപ്പോൾ അദ്ദേഹത്തിനെ അടക്കിയത് മാർത്തോമാ ചർച്ചുകാരാ. ഞാൻ ചോദിച്ചത് എന്താ അങ്ങനെ പറ്റിയത്? സ്തോത്രം. അപ്പൻ പോകുന്നത് മാർത്തോമേല. ശ്രദ്ധിക്കണം. ഭയങ്കരമായിട്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. നമ്മുടെ കുടുംബത്തിനകത്ത് ഒരു കാർമ്മിക ശുശ്രൂഷകൾ നടക്കുമ്പോൾ അതിനകത്ത് ശവസംസ്കാരത്തിന് വടംവലി കാണിക്കുന്ന ഒരു ഗ്രൂപ്പ് നമ്മുടെ ഇടയിൽ ഇന്നും സുലഭമാണ്. എവിടെ നിന്ന് വന്നെന്നറിയാമോ? രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ അതിനകത്തുനിന്ന് വന്ന ചില ശക്തികളാണ് ഇന്നും വ്യക്തികളെ വിടാതെ പിടിക്കുന്നത്. സ്തോത്രം. അപ്പോൾ തന്നെ ഒരു കുടുംബത്തിനകത്ത് നോഹയുടെ ഞാനിങ്ങനെ പറഞ്ഞു, നോഹയുടെ കാലഘട്ടത്തിൽ നോഹ ദൈവത്തോട് പ്രാർത്ഥിച്ചും 120 വർഷത്തോളം താൻ പ്രസംഗിച്ചും ദൈവവചനം ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്ന, നാശത്തെക്കുറിച്ചും വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്ന നോഹ വിളിച്ചു പറഞ്ഞ ഒറ്റ കാര്യം ഇതാ: മഴ പെയ്യാൻ പോകുന്നു. മഴ എന്താണെന്നറിയാത്ത അതിൻ്റെ കാഠിന്യത എന്തെന്നറിയാത്ത ഒരു ജനതയുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞ വർഷങ്ങൾ. അതിനകത്തൊന്ന് പഠിക്കാനുണ്ട് കേട്ടോ. ദേശത്തുനിന്ന് ഒരാൾ പോലും അതിനകത്ത് കയറിയില്ല. പക്ഷെ ഒറ്റ കാര്യം, നോഹയും തൻ്റെ കുടുംബവും തൻ്റെ തലമുറകളും തീർന്നില്ല, തൻ്റെ മരുമക്കൾ വരെ പെട്ടകത്തിനകത്ത് കയറി. വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യം. തലമുറയുള്ളവർ തലമുറകൾക്ക് അനുയോജ്യമായ ഭാവി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്: വിഗ്രഹാരാധന സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരുടെ കുടുംബത്തിനകത്ത് വരരുത്. വന്നു കഴിഞ്ഞാൽ നമ്മൾ വില കൊടുക്കേണ്ടി വരും. സ്തോത്രം. കർത്താവിൻ്റെ സഭയ്ക്കകത്ത് നടന്ന സംഭവങ്ങളായി പറയുന്നത്. എക്കാലത്തും തലമുറകൾ പിതാവും മാതാവും പൊയ്ക്കൊണ്ടിരിക്കുന്ന പാതയിൽ തന്നെ സഞ്ചരിച്ച് ഇണയെ കണ്ടെത്തിയില്ലായെന്നുണ്ടെങ്കിൽ പിന്നത്തിലുള്ള പരിമിത ഫലം ഇതുപോലെ ആയിരിക്കും. സ്തോത്രം. അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഏത് പേരിടും, ഏത് തലത്തിലേക്ക് അവർ മാറിക്കഴിയും എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പൻ വിഗ്രഹാരാധന ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളുടെ അമ്മ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന വ്യക്തിയായിരിക്കും. അവർക്ക് എങ്ങനെ രീതിയിൽ, ഏതൊക്കെ തലത്തിൽ അവർ ആരാധിക്കാൻ മുമ്പിൽ എങ്ങനെ ആത്മീയ മുമ്പിലോട്ട് കൊണ്ടുപോകും, ഇതൊക്കെ വളരെ ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. ഇതാണ് ആഹാബിന് പറ്റിയ ഏറ്റവും വലിയ അടി. സ്തോത്രം. സൗന്ദര്യം കണ്ടപ്പോൾ അവളുടെ മേൽക്ക് ചാടി വീണു. അവൾ വന്നപ്പോൾ വേറെ ഒന്നും എടുത്തില്ല, ഒരു കല്ല് മാത്രം എടുത്തുകൊണ്ട് വന്നു. ഇസ്രായേലിന് മൊത്തം കൊണ്ട് സ്ഥാപിച്ചു. സകല ഗോത്രങ്ങളും 12 ഗോത്രങ്ങളും തമ്മിലടിച്ചു. ലക്ഷക്കണക്കിന് വ്യക്തികൾ വാളുകൊണ്ടും കുന്തം കൊണ്ടും അമ്പ് കൊണ്ടും വീഴ്ത്തപ്പെട്ടു. അനേക രക്തങ്ങൾ ചൊരിഞ്ഞു. തീർന്നില്ല. ഗുജറാത്തിൻ്റെ മണ്ണ് നമ്മൾ പഠിക്കുമ്പോൾ
ക്രിസ്ത്യാനി രക്തം കൊണ്ട് നിറഞ്ഞ മണ്ണാണ് ഗുജറാത്ത്. സ്തോത്രം. ഗുജറാത്ത് കലാപമൊക്കെ നമുക്കറിയാം. അത് ഏറ്റവും കൂടുതൽ കേൾക്കണമെങ്കിൽ വേടൻ്റെ പാട്ട് കേട്ടാൽ മതി. അദ്ദേഹം പാട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അവിടെ വിടട്ടെ. എന്നാൽ ഇന്ന് രാത്രിയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം 29-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ദൂത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ശക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് 6-7 വാക്യത്തിനകത്ത് സ്തോത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. എന്താണെന്നറിയാമോ? 29-ാമത്തെ അധ്യായത്തിൻ്റെ സ്തോത്രം 6-7 വാക്യത്തിലേക്ക് ഒരു പറഞ്ഞു. മിസ്രൈം നിവാസികൾ ഇസ്രായേൽ ഗ്രഹത്തിന് ഒരു സ്തോത്രം ഒരു വലിയ ഒരു ദൈവത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത ചില കാര്യത്തിലേക്ക് ഇവർ കടന്നു പോകുമ്പോൾ, എന്നാൽ അതിൻ്റെ 8, 9, 10 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ പ്രൈസ് ദി ലോർഡ് കുറച്ചുകൂടെ ആഴത്തിലേക്ക് നമുക്ക് ഇറങ്ങേണ്ടതായുണ്ട്. എന്നാൽ അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ നേരെ വാൾ വരുത്തി. സ്തോത്രം. നിങ്ങൾ നിന്ന് മനുഷ്യരെയും മൃഗത്തെയും ഛേദിച്ചു കളയും. കണ്ടോ, ഒരുവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു രാജ്യം മുഴുവനും ഛേദിക്കപ്പെടുന്ന. നിങ്ങൾ ആ വാക്യമൊക്കെ എഴുതി വെച്ചോളണം കേട്ടോ. എന്നിട്ട് നമുക്ക് ചിലർക്ക് പറഞ്ഞു കൊടുക്കണം ചില കാര്യങ്ങൾ. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. ആ ഭാഗം നമ്മൾ വായിച്ച് സ്തോത്രം ഈ പുസ്തകത്തിലെ സ്തോത്രം നമ്മൾ പഠിച്ചു വന്ന ഭാഗം അവിടെ തീരുകയാണ്. സ്തോത്രം. അവലോകനം അവിടെ തീരുകയാണ്. അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ പുസ്തകത്തിലെ സവിശേഷതകൾ നമുക്ക് ചിന്തിക്കാമല്ലോ. അതിലേക്ക് വരുമ്പോൾ കുറച്ചു ഭാഗം നമുക്ക് എഴുതി ചില കാര്യങ്ങൾ ചിന്തിച്ച് മുമ്പിലോട്ട് പോകാമല്ലോ. സ്തോത്രം. പുസ്തക സവിശേഷതകൾ. രണ്ട് രാജാക്കന്മാരുടെ പുസ്തക സവിശേഷിപ്പിക്കുന്ന 4 പ്രത്യേകതകൾ. ഈ പുസ്തകത്തെ സവിശേഷിപ്പിക്കുന്ന 4 പ്രത്യേകതകൾ. നമ്പർ 1, ഇസ്രായേലിനെയും യഹൂദയെയും ജനത്തിനും രാജാക്കന്മാർക്കും നേരിട്ട് തൻ്റെ സന്ദേശം എഴുതുവാനുള്ള ദൈവത്തിൻ്റെ പ്രഥമ മാർഗം എന്ന നിലയിൽ ഒന്ന് രാജാക്കന്മാരിൽ പ്രവാചകന്മാരുടെയും അവരുടെ വെളിപ്പാടുകളും എടുത്തു പറയുന്നു. ഉദാഹരണമായി ഏലിയാവും എലിശയും. അധ്യായം 1 അതിൻ്റെ 13-ാമത്തെ വാക്യം. അധ്യായം 1 അതിൻ്റെ 13-ാമത്തെ വേദാംശം. യോനയുടെ പുസ്തകം. ഒരു സെക്കൻഡ്. യോനയുടെ പുസ്തകം
4-ാമത്തെ അധ്യായം അതിൻ്റെ 6, 7, 8 വാക്യങ്ങൾ. യെശയ്യാവിൻ്റെ പുസ്തകം 19-ന്റെ 1 മുതൽ 7 വരെ. ഇരുപത്തിരണ്ടിന് 34. ഒരു മിനിറ്റ്. ഇരുപത്തിരണ്ടിൻ്റെ അല്ല കേട്ടോ, 19-ന്റെ 1 മുതൽ 7 വരെയും 22-ാമത്തെ വാക്യവും 34-ാമത്തെ വാക്യവും. എനിക്കൊരു സന്ദേഹം വന്നാണ് ഞാൻ നോക്കിയത്. 22-ാമത്തെ വാക്യവും 24-ാമത്തെ വാക്യവും കേട്ടോ. ഓക്കെ. ഓക്കെ. 2, നമ്പർ 2, പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗവും എലിശയുടെ അത്ഭുത ശുശ്രൂഷകളുമാണ് വിവരിക്കുന്നത്. അധ്യായം 2 അതിൻ്റെ 13-ാമത്തെ വാക്യം. അധ്യായം 2 അതിൻ്റെ 13-ാമത്തെ വാക്യം. നമ്പർ 3, ദൈവത്തോടും ജനത്തോടും വിശ്വസ്തനായിരുന്നു. എന്ന അംഗീകാരവും ലഭിച്ച 2 രാജാക്കന്മാരെ മാത്രമാണ് ഇസ്രായേലിലും യഹൂദ എല്ലായിടത്തുമായി ഇത് എടുത്ത് പറയുവാനുള്ള സംഗതി. ഹിസ്കിയാവിൻ്റെ പുസ്തകം, ആമേൻ, 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. 18-ന്റെ 7, 20-ന്റെ 21. യെശയ്യാവ് 22-ന്റെ 1. അധ്യായം 23 അതിൻ്റെ 9 മുതൽ 13 വരെ. 4, നമ്പർ 4, നീതി ജാതിയെ ഉയർത്തുന്ന പാപമോ വംശങ്ങൾക്ക് അപമാനം. അധ്യായം സദൃശവാക്യങ്ങൾ 14-ാമത്തെ അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം. എന്ന നിലയിലാകുന്നു തത്വം ഇത് തെളിയിക്കുന്നു. എന്നു മാത്രമല്ല, അനീതിയുള്ള നേതാക്കൾ ജനത്തെ അവസാന നാശത്തിലേക്ക് നയിക്കുന്നു.
നയിക്കുന്നു എന്നും ഇത് വെളിപ്പെടുത്തുന്നു. നമ്പർ 5, ചുഴലിക്കാറ്റിൽ ഏലിയാവ് സ്വർഗത്തിലേക്ക് പോകുന്നു. അധ്യായം 2. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ശൂന്യംകാരത്തിയുടെ മകനെ എലിശ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. അധ്യായം 4. നയമാന്റെ രോഗസൗഖ്യം. അധ്യായം 5. കോടാലി വെള്ളത്തിൽ പൊങ്ങി വന്നത്. അധ്യായം 6. ഏലിയാവ് പ്രാപിച്ചിരുന്നത് പോലെയുള്ള എലിശയുടെ ശുശ്രൂഷയുടെ ആരംഭത്തിങ്കൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ. എന്നാൽ ഇസബേലിന്റെ ദയനീയ മരണം. അധ്യായം 9. ഹിസ്കിയാവിന്റെയും അധ്യായം 18. അധ്യായം 23. ഹിസ്കിയാവിന്റെ മരണകരമായ രോഗം സൗഖ്യമാക്കുന്നു. അധ്യായം 20. എന്നിങ്ങനെ അനേക അത്ഭുതങ്ങൾ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം. 4-ാമത്തെ അധ്യായത്തെ നമുക്കറിയാം. 5-ാം അധ്യായവും നമുക്കറിയാം. വായ്പ വാങ്ങിയ കോടാലി യോർദാനിൽ നിന്ന് ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ 6-ാമത്തെ അധ്യായം നമ്മൾ പഠിച്ചു വരുമ്പോൾ ഇസ്രായേലിന്റെ മരണത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. 9-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 9, 18 2 രാജാക്കന്മാരുടെ രോഗസൗഖ്യത്തെക്കുറിച്ച് അവിടെ കാണുന്നു. ഒന്ന് ഹിസ്കിയാവിന്റെ രോഗത്തെക്കുറിച്ച് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. തുടർന്ന് 18 മുതൽ 23 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി അവിടെ ഹിസ്കിയാവിൽ കൂടെ ദൈവം ചെയ്തെടുക്കുന്നതായി കാണാൻ കഴിയുന്നു. സ്തോത്രം. എന്നാൽ ഈ ഭാഗം ഇവിടെ തീരുകയാണ്. അടുത്ത് പുതിയ നിയമ നിറവിൽ
രണ്ട് രാജാക്കന്മാർ പുതിയ നിയമ നിറവിൽ. ആ 23-ാമത്തെ അധ്യായം ഒന്ന് വായിക്കാമോ? 23-ാമത്തെ അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങളിലേക്ക് ഒന്ന് വരാമോ? 23-ാമത്തെ അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങളിലേക്ക് ഒന്ന് വരാമോ? അനന്തരം രാജാവ് ആളയച്ചു. അവർ യെഹൂദായിലും യെരൂശലേമിലുമുള്ള എല്ലാ മൂപ്പന്മാരെയും അവന്റെ അടുക്കൽ കൂട്ടിവരുത്തി. രാജാവും സകല യഹൂദ പുരുഷന്മാരും യെരൂശലേമിലെ സകല നിവാസികളും പുരോഹിതന്മാരും പ്രവാചകന്മാരും ആബാലവൃദ്ധം ജനമൊക്കെയും യഹോവയുടെ ആലയത്തിലേക്ക് ചെന്നു. യഹോവയുടെ ആലയത്തിൽ വെച്ച് കണ്ടുകിട്ടിയ നിയമപുസ്തകത്തിലെ വാക്യങ്ങളെയെല്ലാം അവർ കേൾക്കെ അവൻ വായിച്ചു. രാജാവ് തൂണിനരികെ നിന്നുകൊണ്ട് താൻ യഹോവയെ അനുസരിച്ച് നടക്കുകയും അവന്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിക്കുകയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിന്റെ വാക്യങ്ങൾ നിവർത്തിക്കുകയും ചെയ്യാമെന്ന യഹോവയുടെ മുമ്പാകെ ഒരു നിയമം ചെയ്തു. ജനമൊക്കെയും ഈ നിയമത്തിൽ യോജിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരു നിയമം ചെയ്യുകയാണ്. ജനമെല്ലാം ഈ നിയമത്തിലേക്ക് യോജിച്ചു വന്നു. പക്ഷേ 4-ാമത്തെ വാക്യത്തോടും 5-ാമത്തെ വാക്യമൊക്കെ നമ്മൾ ആ പുസ്തകം ശരിക്ക് പഠിക്കുമ്പോൾ ഈ യോജിച്ച ജനത്തെ ആലേക്ക് നടത്താൻ രാജാവിന് കഴിഞ്ഞില്ല. സ്തോത്രം. എപ്പോഴും ചിന്തിക്കേണ്ട ഒരു ഭാഗം, ദൈവം നൽകിയിരിക്കുന്ന നിയോഗപ്രകാരം സഞ്ചരിക്കുമെങ്കിൽ ഉറപ്പായിട്ടും ദൈവത്തിന് ചില കാര്യങ്ങൾ ആ കാലത്തിൽ രാജാവിൽ കൂടെ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ രാജാവ് അല്പനിമിഷത്തേക്ക് മാത്രമാണ് ആ സമയത്ത് ആമേൻ ജനം യോജിച്ചെങ്കിലും പിന്നത്തേതില് തൻ്റെ ജീവിതത്തിനകത്തേക്ക് വന്ന ചില പരിമിത ഫലം നമുക്കവിടെ കാണാൻ കഴിയുന്നു. 4-ാമത്തെ വാക്യം മുതൽ തീർത്തുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു. നിങ്ങൾ ആ അധ്യായം ഫുള്ള് വായിച്ചിരിക്കണം കേട്ടോ. അതേ വാക്യം കുറച്ചേ ഉള്ളൂ, ഒരു 5-6 വാക്യങ്ങളേ ഉള്ളൂ. നിങ്ങളതിനെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ആ 37 വാക്യവും നിങ്ങൾ വായിച്ച്, കുറച്ച് വാക്യമേ ഉള്ളൂ, ആമേൻ, നിങ്ങൾ വായിച്ച് അതിനെ മനസ്സിലാക്കണം കേട്ടോ. അത് നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരും. ആമേൻ. പുതിയ നിയമ നിറവിൽ ദാവീദിന്റെ പിൻഗാമിയായ യഹൂദ രാജാക്കന്മാരുടെ പാപവും യഹൂദ രാജാക്കന്മാരുടെ പാപവും അവിശ്വസ്തതയും യെരൂശലേമിന്റെയും ദാവീദിന്റെ രാജ്യത്തെയും ദാവീദിന്റെ രാജ്യത്തിന്റെയും നാശത്തിന് വഴി തെളിച്ചു വന്നു. രണ്ട് രാജാക്കന്മാർ വ്യക്തമാക്കുന്ന വ്യക്തമാക്കുന്നു എങ്കിലും നിത്യ രാജ്യത്തിൻ്റെയും വാഴ്ചയുടെയും ഉടമയും. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം മുതൽ 33-ാമത്തെ വാക്യം വരെയും, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യവും
ദാവീദിന്റെ സന്തതിയായി മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം, 9-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം മുതൽ 31-ാമത്തെ വാക്യം വരെ. 21-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. യേശുക്രിസ്തുവിലൂടെ ദൈവം ദാവീദിനോടുള്ള തൻ്റെ ഉടമ്പടിയുടെ വാഴ്ത്താനം തൻ്റെ വിശ്വസ്തതയിൽ നിറവേറ്റിയതായി പുതിയ നിയമം അതുപോലെ തന്നെ വ്യക്തമാക്കുന്നു. ഇത്രയുമാണ് പുതിയ നിയമ നിറവിൽ. യെശയ്യാവിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വേദാംശത്തിലേക്ക് ഒന്ന് വരാമോ? 9-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം വായിച്ചാട്ടെ. വായിക്കൂ പെട്ടെന്നാവട്ടെ, ബൈബിളില്ലേ അറിയിലും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈനികരുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. ആമേൻ. 6-ാമത്തെ വാക്യം മുതൽ പ്രവാചകൻ പ്രവചിക്കുന്ന ഒരു ദൂത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. അത് പറഞ്ഞു തീർന്നിട്ടാണ് പ്രവാചകൻ പറയുന്നത് ആധിപത്യം അവന്റെ അവന്റെ ആധിപത്യത്തിന്റെ വർധനവ്. അപ്പോ ഇവിടെ അത്ഭുത മന്ത്രി, വീരനാം ദൈവം എന്ന് പറയുമ്പോൾ പ്രവാചകൻ പറയുന്ന ദൂത് കഴിഞ്ഞ 5 അധ്യായത്തിലും പ്രവാചകൻ ഒന്നും പറയാതിരിക്കുമ്പോൾ 6-ാമത്തെ അധ്യായത്തിൽ മുതൽ പ്രവാചകൻ ശുശ്രൂഷയിൽ ശക്തമായി വരുമ്പോൾ 7ഉം 8ഉം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായി പ്രവാചകനിൽ കൂടെ സ്വർഗത്തിലെ ദൈവം ഇടപെടാൻ തുടങ്ങി. എന്നാൽ 9-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ആദ്യമായിട്ട് പ്രവചിക്കുകയാണ്. ആദ്യത്തെ പ്രവചനം ലോകത്തെ രക്ഷിക്കാൻ ഒരു പ്രവാചകൻ ഉടലെടുക്കാൻ പോകുകയാ. ആമേൻ. അവന്റെ നാമമാണ് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ആമേൻ. അതെല്ലാം പറഞ്ഞ് വന്ന ശേഷമാണ് ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ നീതിയോടും ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. ആമേൻ. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തീകരിക്കും. സ്തോത്രം. അപ്പോൾ തീഷ്ണതയിൽ നിൽക്കുന്ന നമുക്കറിയാം, പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോൾ തീങ്കൽ ചുള്ളി കത്തുന്നത് പോലെ നിന്റെ മുമ്പിൽ കർത്താവെ നീ എന്നെ നിർത്തിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊരു ചിന്ത പ്രവാചകന്റെ മേലുണ്ടായിരുന്നു. ഇതുപോലെ ആയിരിക്കണം ദൈവമക്കളായ നമ്മുടെ മേൽ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു ഭാഗം. കേവലം സ്നാനപ്പെട്ടത് കൊണ്ടോ കേവലം ഒരു അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ചത് കൊണ്ടോ നിത്യത അവകാശമാക്കണമെന്നില്ല. ആമേൻ. അത് വെറും ഒരു ബസ്സിൽ കയറുന്ന ഒരു ടിക്കറ്റ് മാത്രമാണ്. പിന്നെ ഉള്ളതാണ് കൃപാവരങ്ങൾ.
ആമേൻ, ഇതെല്ലാം പ്രാപിച്ച് ആമേൻ ജീവിതത്തിൽ തെളിയിക്കണം. ആമേൻ, അപ്പോഴാണ് ഒരു ദൈവ പൈതലിന് ദൈവം തുറക്കപ്പെടുന്ന ചില നന്മകളും ചില വഴികളും തെളിവായി വരുന്നത്. സ്തോത്രം. പലപ്പോഴും നമ്മൾ ആമേൻ ഇതൊക്കെ മറന്നു പോകാറുണ്ട്. അപ്പോൾ തന്നെ ഇന്ന് രാത്രിയിൽ ആ ഭാഗം അവിടെ തീരുകയാണ്. അപ്പോൾ തന്നെ ഒരു വാക്യത്തിലേക്ക് വരാമല്ലോ. ആമേൻ. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 32-ാമത്തെ വാക്യം മുതൽ 33-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ പുതിയ നിയമത്തിനകത്ത് യേശു കർത്താവ് ആമേൻ അവിടെ എന്താണ് കർത്താവിന് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ആമേൻ. നമുക്ക് വായിക്കാം. 1-ാമത്തെ അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം മുതൽ 33-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജത്വത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. ആമേൻ. ഒരിക്കലും ഇതിന് എന്തില്ല? അവസാനമുണ്ടാകുകയില്ല. സ്തോത്രം. നമ്മൾ കൃപയാലിന് അടുത്ത് പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് ദൂതന്മാരുടെ സബ്ജക്റ്റ് കഴിഞ്ഞു. ആമേൻ. ഇതൊക്കെ ബൈബിൾ കോളേജിൽ നമുക്ക് ഞാൻ പഠിച്ച സബ്ജക്റ്റുകളാണ്. നിങ്ങൾ ഇന്ന് പഠിക്കുന്നത് പോലെ, നിങ്ങൾ എന്താ പഠിക്കുന്നത്? ഇടയലേഖനം പഠിക്കുന്നത് പോലെ, ആമേൻ, അല്ലെങ്കിൽ ആമേൻ തിയോളജി ക്രിസ്തുശാസ്ത്രം പഠിക്കുന്നത് പോലെ ഞാൻ പഠിച്ച സബ്ജക്റ്റാണ് നിത്യത മുതൽ നിത്യത വരെ. അതാണ് കൃപയാൽ ഇനി ഉള്ള ദിവസങ്ങളിൽ നിത്യത മുതൽ നിത്യത വരെ പഠിക്കണം. നിത്യതയിൽ പോകണ്ടേ? നിത്യതയിൽ പോകണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പുകളൊക്കെ പഠിക്കണ്ടേ? ആമുഖമൊക്കെ പഠിക്കാനുണ്ട്, ഒരുപാടുണ്ട് പഠിക്കാൻ. സ്തോത്രം. ബൈബിൾ കോളേജിൽ പോയിരുന്ന് അതെല്ലാം ഇരുന്ന് ചോദിച്ച് വാങ്ങിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി അടുത്ത് പഠിപ്പിക്കാൻ. ഹലോ, നിങ്ങളാരും ചിരിക്കുന്നില്ലല്ലോ. മരണമെന്ന് കേൾക്കുമ്പോഴേ പേടിയാണല്ലേ? പോണം. എനിക്കിപ്പോൾ 47 വയസ്സായി. എനിക്കിനി എത്ര ദിവസം കൂടെ ഈ ഭൂമിയിൽ ഈ നിലയിൽ നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഏറിയാൽ 70, ഇല്ലെങ്കിൽ 80. അപ്പോൾ ഇനി എൻ്റെ ബാക്കി എത്രയുണ്ട്? നിങ്ങളൊന്ന് കൂട്ടി നോക്കിയേ. 47ൻ്റെ ബാക്കി ഇനി എത്ര വരും? കഷ്ടിച്ച് ഓമന സിസ്റ്റർ മുകളിലോട്ട് പോയി കൂട്ടുകയാണ്. ഇനി എത്ര വർഷം പാസ് ജീവിച്ചിരിക്കുമെന്ന്. ആമേൻ, ആമേൻ, സ്തോത്രം. അപ്പോൾ ഇനി എങ്ങനെ ഇനി എത്ര ഉണ്ടാവും? നിങ്ങളൊന്ന് നോക്കിക്കേ. ഇത്രയേ ഉള്ളൂ ഇനി ബാക്കി. ഇതിനകത്ത് 70-നകത്ത് എത്ര ദിവസം എനിക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റും? കണ്ണ കാണണ്ട, ഇപ്പോഴേ കാണാൻ പറ്റുന്നില്ല. ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റും. ചവിട്ടിയ സ്ഥലത്ത് കാല് നിൽക്കും, ഇപ്പോഴേ നിൽക്കുന്നില്ല കാല്. അപ്പോൾ ഇനി മുമ്പിലോട്ട് പോകുമ്പോൾ ഇനി എങ്ങനെയൊക്കെ പോകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ചിന്തിക്കണം. പാസ്റ്റർ ഒന്നും മിണ്ടായിരിക്കോ? നിത്യത ഒന്നും വേണ്ട. ഇന്ന് നമുക്ക് അനുഗ്രഹങ്ങളെ കുറിച്ച് പ്രസംഗിക്കാം. അതുപോരാ, നിത്യത, മാനസാന്തരം, വീണ്ടെടുപ്പ്, നിത്യരക്ഷ, പുനരാഗമനം, ഉയർത്തെഴുന്നേൽപ്പ്, ഇതൊക്കെ പഠിച്ചിരിക്കണം. ആമേൻ. ഇന്ന് തപ്പിയുടെ കോളേജിൽ നിന്നൊക്കെ ഈ സബ്ജക്റ്റൊക്കെ മാറ്റി. ഞാൻ പറയുന്ന കാര്യം, ആമേൻ, നമുക്കിത് പഠിക്കുമ്പോൾ, നമ്മളിത് കേൾക്കുമ്പോൾ നമ്മെ തന്നെ വിധേയപ്പെടുത്തേണ്ട സമയമായി അതിക്രമിച്ചിരിക്കുന്നു. അതാ ഇവിടെ പറഞ്ഞ, അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ മാത്രം. അത് ആരാ? യഹൂദ ഗോത്രത്തിലെ സിംഹം, ഹോവയായ ദൈവത്തിൻ്റെ പ്രഥമദൃഷ്ടിയിൽ ഉരുത്തിരിഞ്ഞു വന്നതല്ല. പിതാവിൻ്റെ ഇഷ്ടപ്രകാരം അതിക്രമത്തിലും പാപത്തിലും പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന എന്ത് തെറ്റും ചെയ്യാമെന്ന് ബോധ്യത്തോട് നടക്കുന്ന 30 ലക്ഷം ഇസ്രായേലിന് വേണ്ടി ഒരു തലവനെ ദൈവം പുറത്തു കൊണ്ടുവന്നു. സ്തോത്രം. ആ തലവന്റെ പേരാണ് ഇവിടെ വായിച്ചത്. അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാനത്തിന്റെ പ്രഭു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കേണ്ടതായുണ്ട്. കുറച്ച് കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതായുണ്ട്. നമുക്കിനി എത്ര ദിവസമാണ് മുൻപിലോട്ട് ഇനി ഉള്ള ആയുസ്? വളരെ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇനിയുള്ള ദിവസങ്ങൾ എങ്കിലും കഴിഞ്ഞ ദിവസം 83 വയസ്സായപ്പോൾ ഒരു അമ്മച്ചി പറയുക, ഇനിയുള്ള ദിവസം കണ്ണും കാണാൻ വയ്യ, കൈയും അനക്കാൻ വയ്യ, കാലും അനക്കാൻ വയ്യ, ഇനിയുള്ള ദിവസം ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ഓടാൻ പോകുകയാ. ഞാൻ ചോദിച്ചില്ല, എവിടെ ഓടാല? നിങ്ങളെ പിടിക്കാത്തല്ല 10 രൂപയോളം. ഇനി എങ്ങോട്ടാ ഓടി? ഇതുവരെ നിങ്ങൾ ഓടി നടന്നു, ഇനി എന്താ ഓടാൻ? മോൻ എന്താ അറിയാം? ഞാൻ എനിക്ക് ഒന്നും അറിയില്ല, ഇത് ആദ്യമായിട്ട് കാണുക, എങ്കിലും പറഞ്ഞു പോയതാ അമ്മ. ഇത് ഇത്രയും വയസ്സ് വരെ ഇതിലെവിടെ പോയിരുന്നു? പ്രൈസ് ദി ലോർഡ്. വല്ലത് ചെയ്യാനുള്ള സമയമായി. നിത്യത മുതൽ നിത്യത വരെ ഒരു 4-5 മാസം അത് പോകും. പ്രൈസ് ദി ലോർഡ്. പഠിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. അടുത്ത് നമ്മൾ വായിക്കുന്ന ഒരു ഭാഗം മത്തായി സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അവിടെ മത്തായിയിൽ ഒരു വാക്ക് അവിടെ വിളിച്ചു പറയുന്നു.
അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി തുടങ്ങി അബ്രഹാം ഇസഹാക്ക് ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. യഹൂദ താമാരിലും എന്നും പറഞ്ഞ് ഇങ്ങനെ തുടങ്ങും. അതൊരു വംശാവലി. നിങ്ങൾ ഇതൊരു വായിച്ചില്ലെങ്കിൽ അത് വായിച്ചിരിക്കണം. ഉറപ്പായിട്ടും ആ വംശാവലി നിങ്ങൾ വായിച്ചിരിക്കണം. സ്തോത്രം. അവിടെ പറയുന്ന അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി എന്ന് തുടങ്ങി താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ 9-ാമത്തെ അധ്യായം 27, അതിൻ്റെ 31, 21-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. ഇത്രയും വാക്യം നമുക്ക് പുതിയ നിയമ നിറവിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആമേൻ ദൂതുകളാണ്. അപ്പോൾ തന്നെ ആമേൻ അവസാന ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ വിഷയ വിഭജനം, സെൻട്രൽ ഹെഡിങ് വലിയ അക്ഷരത്തിൽ ചുരുക്കി എഴുതിക്കോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 1, വിഭജിക്കപ്പെട്ട രാജ്യം ഏതൊക്കെയെന്നറിയാമോ? പറയാമോ? വിഭജിക്കപ്പെട്ട രാജ്യം പറഞ്ഞോളൂ, നിങ്ങളുടെ സമയമാണ്. യഹൂദ, ഇസ്രായേൽ. ആർക്കെങ്കിലും തർക്കമുണ്ടോ? അതേപോലെ ശരിയാണോ? ഞാൻ പറയുന്നത് തെറ്റാണെന്ന്. നിങ്ങളെന്ത് പറയുന്നു? സരി സിസ്റ്ററെ, തങ്കമ്മാൻറ്റി, ഓമന സിസ്റ്ററെ, അവിടെ പ്രഭ സിസ്റ്ററെ, എന്ത് പറയുന്നു? ശരി വയ്ക്കാമോ? അയ്യോ, എനിക്കിന്ന് മനസ്സിലാവുന്നില്ല. തലയാട്ടി കാണിക്കുന്നു. ഹലോ, ശരി വയ്ക്കാമോ? അദ്ദേഹം പറഞ്ഞത് യഹൂദയും ഇസ്രായേലും എന്നാണ് പുള്ളി പറഞ്ഞത്. ശരിയാണോ? ശരിയാണ് അല്ലേ? ആണോ? എന്തോ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ ഇനിയും പാടാത്തതെന്ത്? സ്തോത്രം. അപ്പോ വിഭജിക്കപ്പെട്ട രാജ്യം, ഇസ്രായേലും യഹൂദയും. ഇസ്രായേലും, ആദ്യം ഇസ്രായേൽ, രണ്ടാമത് യഹൂദ. 1 ഇസ്രായേൽ, 2 യഹൂദയും. അധ്യായം 1-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 17 വരെയും 1 മുതൽ തീർത്തുള്ള വാക്യങ്ങളും 17-ാം അധ്യായം അതിൻ്റെ 41-ാമത്തെ വേദാംശവും. അനന്യാവിൻ്റെ വാഴ്ച തുടർന്ന് ഇസ്രായേൽ ഇസ്രായേൽ അധ്യായം 1 അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 18-ാമത്തെ വാക്യം വരെയും 1 രാജാക്കന്മാർ 22-ാമത്തെ അധ്യായം 51 മുതൽ 53 വരെയുള്ള വാക്യങ്ങളും. ബി, യെയോരാമിൻ്റെ വാഴ്ച. തങ്ങന്മാറ്റത് തന്നെ. എന്തോ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. തങ്ങന്മാറ്റി ആന്റി എന്താ പറഞ്ഞേ? യൊരോബെയാമിന്റെ വാഴ്ചയാണ്. ബ്രാക്കറ്റിൽ ഇസ്രായേൽ അധ്യായം 2 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളും അധ്യായം 8 അതിൻ്റെ 15-ാമത്തെ വാക്യവും.
ഒന്ന്, ഏലിയാവിൽ നിന്നും എലിശയിലേക്ക് പ്രവാചക ശുശ്രൂഷ കൈമാറ്റം. ഏലിയാവിൽ നിന്നും എലിശയിലേക്ക് പ്രവാചക ശുശ്രൂഷ കൈമാറ്റം. 2-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 25-ാമത്തെ വാക്യം വരെ. രണ്ട്, മോവാബിനെ പരാജയപ്പെടുത്തുന്നു. 3-ാമത്തെ അധ്യായം അതിൻ്റെ 4 മുതൽ 27 വരെ. മൂന്ന്, എലിശയുടെ അത്ഭുതകരമായ ശുശ്രൂഷ. അധ്യായം 4 1 മുതൽ 10 വരെയുള്ള വാക്യവും 8-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യവും. സി, യഹൂദ 8 അതിൻ്റെ 16 മുതൽ 24 വരെ. ഡി, അഗസ്ത്യാവിൻ്റെ വാഴ്ച 8-ാം അധ്യായം അതിന് 25 മുതൽ 29 വരെ. ഈ ഇസ്രായേലിൻ്റെ വാഴ്ച 9-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളും 10-ാമത്തെ അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം. 1, എലിശ യേഹൂവിനെ അഭിഷേകം ചെയ്യുന്നു. 9-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെ. 2, ഇസ്രായേലിന്റെ മേൽ യേഹൂവിൻ്റെ രക്ഷാകരമായ ശുദ്ധീകരണം. 9-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. 10-ാമത്തെ അധ്യായം 36-ാമത്തെ വാക്യം. എഫ്, അതുല്യയുടെ വാഴ്ച ബ്രാക്കറ്റിൽ യഹൂദ. അധ്യായം 11-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 16 വരെ. ജി, ഇസ്രായേൽ വാഴ്ച. പതിമൂന്നാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം മുതൽ 1-ാമത്തെ വാക്യം മുതൽ 10-ാമത്തെ വാക്യം വരെ കേട്ടോ.
ഒന്ന്, യോവാഷിന്റെ വാഴ്ച ബ്രാക്കറ്റിൽ ഇസ്രായേൽ. അധ്യായം 9. അതിൻ്റെ 1 മുതൽ തീർത്തുള്ള വാക്യങ്ങളും 10-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളും 11-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 16 വരെയും. അടുത്ത 13-ാമത്തെ അധ്യായം അതിൻ്റെ 10 മുതൽ 25 വരെയും. 2, അമസ്യാവിൻ്റെ വാഴ്ച ബ്രാക്കറ്റിൽ യഹൂദ 14-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. 3, സെക്കരിയാവിൻ്റെ വാഴ്ച ബ്രാക്കറ്റിൽ ഇസ്രായേൽ 15-ാമത്തെ അധ്യായം അതിൻ്റെ 8 മുതൽ 12 വരെയും 15-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെയും 4, ഇസ്രായേൽ വാഴ്ച ബ്രാക്കറ്റിൽ 2-ാമത്തെ വാഴ്ച 14-ാം അധ്യായം 23 മുതൽ 29 വരെ. അടുത്ത 1, ഏകരാജ്യം ഇസ്രായേലിൻ്റെ തകർച്ചയ്ക്ക് ശേഷമുള്ള യഹൂദ അധ്യായം 18 അതിൻ്റെ 1 മുതൽ തീർത്തുള്ള വാക്യങ്ങളും 25-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യവും. ഹിസ്കിയാവിൻ്റെ വാഴ്ച അധ്യായം 18 അതിൻ്റെ 1 മുതൽ 20 വരെയും 20-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യവും. സ്പീഡ് കൂടി പോകുന്നു. ഓക്കെ, ഓക്കെ. 1, ഉണർവും നവീകരണവും. ഉണർവും നവീകരണവും അധ്യായം 18 1 മുതൽ 8 വരെ. 2, ഇസ്രായേലിൻ്റെ വീഴ്ചയുടെ അശൂരിൻ്റെ 2 അതിക്രമങ്ങൾ യഹൂദയുടെ ദൈവിക വിടുതൽ
അധ്യായം 18 അതിൻ്റെ 9-ാമത്തെ വാക്യം. പത്തൊൻപത് അതിൻ്റെ 37-ാമത്തെ വാക്യം. മൂന്ന്, ഹിസ്കിയാവിന്റെ രോഗവും രോഗസൗഖ്യവും. അധ്യായം 20 അതിൻ്റെ 1 മുതൽ 11 വരെ. എഴുതിയോ? ഓക്കെ. ഹിസ്കിയാവിന്റെ മരണം. 4, ഹിസ്കിയാവിന്റെ മരണം. അധ്യായം 20 12 മുതൽ 21 വരെ. ബി, മനശ്ശയുടെ വാഴ്ച. അധ്യായം 21 1 മുതൽ 18 വരെ. മനശ്ശയുടെ വാഴ്ച അധ്യായം 21 1 മുതൽ 18 വരെ. ഒന്ന്, ഉണർവും നവീകരണവും. അധ്യായം 22 അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ ചില വാക്യങ്ങളും 23-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യവും. 2, ദൈവകോപം. അധ്യായം 23 26 മുതൽ 30 വരെയുള്ള വാക്യം. 4, സിദക്കിയാവിന്റെ വാഴ്ച. അധ്യായം 24 17-ാം വാക്യം മുതൽ ചില വാക്യങ്ങളും 25-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യവും. 1, യെരൂശലേമിന്റെ പതനം. അധ്യായം 25 അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വേദാംശം. 2, ദേവാലയത്തിൻ്റെയും പട്ടണ മതിലിൻ്റെയും നാശം. അധ്യായം 25 അതിൻ്റെ 8 മുതൽ 10 വരെ.
10 വരെയും 13-ാമത്തെ വാക്യം മുതൽ 17-ാമത്തെ വാക്യം വരെയും. ഇത്രയുമാണ് ഈ പുസ്തകത്തിലെ വിഷയ വിഭജനം. ഈ 1ഉം 2ഉം രാജാക്കന്മാരുടെ പുസ്തകം നിങ്ങൾ ശക്തമായിട്ട് പഠിക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ഭാഗത്തിലേക്ക് നമ്മളൊന്ന് വരികയാണ്. 1 ദിനവൃത്താന്ത പുസ്തകം ആണ് അടുത്ത പുസ്തകത്തിലേക്ക് വരുന്നത്. 1 ദിനവൃത്താന്ത പുസ്തകങ്ങൾ. ഹെഡിങ് വംശാവലികൾ, ദാവീദിൻ്റെ ഭരണകാലം. വംശാവലികൾ, ദാവീദിൻ്റെ ഭരണകാലം. ഇതാണ് ഇതിൻ്റെ ഹെഡിങ്. എഴുത്തുകാരൻ എസ്ത്ര, ബ്രാക്കറ്റിൽ യഹൂദ പാരമ്പര്യം അനുസരിച്ച്. ബ്രാക്കറ്റിൽ യഹൂദ പാരമ്പര്യം അനുസരിച്ച്. എഴുതിയ കാലഘട്ടം BC 450 425. BC 1000 BC 970 കാലഘട്ടം തുടങ്ങി സംഭവിച്ച കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശ്രദ്ധിക്കണേ, എഴുതിയെങ്കിൽ ഈ 1ഉം 2ഉം പുസ്തകങ്ങൾ ഏറെക്കുറെ നമ്മൾ പഠിക്കുമ്പോൾ ഒരേ രീതിയിലാണ് വരുന്നത്. സ്തോത്രം. ഈ 1 ദിനവൃത്താന്ത പുസ്തകം, 2 ദിനവൃത്താന്ത പുസ്തകങ്ങൾ നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും പശ്ചാത്തലങ്ങളും ഏറെക്കുറെ ഒരു 90% ഒരുപോലെ തന്നെയാണ് വരുന്നത്. അതാണ് ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞത്. BC 450 425 BC 1000 970 കാലഘട്ടങ്ങൾ തുടങ്ങി രേഖപ്പെടുത്തിയിട്ടുള്ള, അതായത് 2 പുസ്തകങ്ങളിനകത്തും നിന്നുള്ളത് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. ഇതിലെ പ്രധാന വാക്യങ്ങൾ നമുക്ക് നോക്കാം. പ്രധാന വാക്യങ്ങൾ 14-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യവും അധ്യായം 14-ന്റെ 2ഉം അധ്യായം 17-ന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യം. അടുത്ത 29-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. ഇത്രയും അധ്യായമാണ് ഇതിനകത്തുള്ള പ്രധാനമായ കാതലായ ഭാഗം. അടുത്ത് പ്രധാന അധ്യായം. ആദ്യം എഴുതിയത് പ്രധാന വാക്യങ്ങളാണ്. രണ്ടാമത് പ്രധാന അധ്യായം. 17-ാമത്തെ അധ്യായമാണ് ഇത് ഈ പുസ്തകത്തിലെ പ്രധാന അധ്യായം.
എഴുതാമോ? അധ്യായത്തിന് തന്നെയാണ് ഇതിൽ മർമ്മപ്രധാനമായ സ്ഥാനം. മർമ്മപ്രധാനമായ സ്ഥാനം ഉള്ളത്, ദാവീദിനോടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടി. ഒന്ന് ദിനവൃത്താന്തത്തിൻ്റെയും മറ്റെല്ലാ തിരുവചന ഭാഗങ്ങളുടെയും കേന്ദ്രസ്ഥാനം, ദാവീദിൻ്റെ വാഴ്ത്തത്ത സന്തതിയായ, അതായത് യേശുക്രിസ്തുവിനെ തൻ്റെ ആലയത്തിലും തൻ്റെ രാജ്യത്തിലും എന്നേക്കും ദൈവം നിലനിർത്തിയിട്ടുള്ളതുമായ വാഗ്ദാനം ഈ ഭാഗത്ത് കാണുന്നു. പ്രധാന വ്യക്തികൾ, ഒന്ന് ദാവീദ്, രണ്ട് ശലോമോൻ. ഈ രണ്ട് വ്യക്തികളാണ് കേട്ടോ. ഈ രണ്ട് വ്യക്തികളാണ് ഈ പുസ്തകത്തിനകത്തുള്ള. ഈ പുസ്തകം ആര് വായിച്ചുകൊണ്ടിരിക്കുന്നു? പ്രൊഫസർ വായിച്ചുകൊണ്ടിരിക്കുക. ഇതിനകത്ത് രണ്ട് വ്യക്തികളാണ് ഇതിനകത്തുള്ള പ്രധാന വ്യക്തികൾ. സ്തോത്രം. ഒന്ന് ദാവീദും തൻ്റെ മകനായ ശലോമോനും. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്. ഒന്ന്, ഇതിൻ്റെ കേന്ദ്ര വിഷയം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ തൻ്റെ ആലയത്തിലും തൻ്റെ രാജ്യത്തിലും എന്നേക്കും ദൈവം നിലനിർത്തിക്കൊള്ളുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അതൊരു വാഗ്ദത്തമാണ്. സ്തോത്രം. നമ്മൾ വായിച്ചു പോകുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു ഭാഗം ഇതാണ്: ചില നന്മകൾ വൈകി വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരിക്കും. സ്തോത്രം. ചിലത് വൈകി വരുന്നത്, ആമേൻ, അത് ദൈവത്തിൻ്റെ കയ്യിലെ, ആമേൻ, ആ കൈയടക്കമാണ്. നമുക്കതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. കർത്താവ്, എന്താണ് നീ വൈകുന്നത്? നല്ലതാ, വചനമുണ്ടല്ലോ. കാലതാമസം എടുക്കുന്ന നന്മകൾ കുറച്ച് നല്ലതാ. സ്തോത്രം. സ്ഥിതിവിവര കണക്കുകൾ, ഈ പുസ്തകത്തിലെ സ്ഥിതിവിവര കണക്കുകൾ. സത്യവേദ പുസ്തകത്തിലെ 13-ാമത്തെ പുസ്തകം, അധ്യായങ്ങൾ 29, വാക്യങ്ങൾ 942. ചരിത്രപരമായ വാക്യങ്ങൾ
927 നിവൃത്തിയായ പ്രവചനങ്ങൾ 81 നിവൃത്തിയാകാത്ത പ്രവചനങ്ങൾ 71 മുന്നറിയിപ്പുകൾ 30 ആജ്ഞകൾ 53 ചോദ്യങ്ങൾ 19 വാഴ്ത്താനങ്ങൾ 9 ദൈവത്തിൽ നിന്നുള്ള പ്രത്യേക ദൂതുകൾ 8 അപ്പൊ ശ്രദ്ധിക്കണേ, ഈ പുസ്തകത്തിൽ നിറവേറാത്ത അഥവാ ഇനി പ്രവചനങ്ങൾ, ദൈവം പറഞ്ഞ പ്രവചനം നിറവേറാനുണ്ട്. എത്ര എണ്ണം? 71 പ്രവചനങ്ങൾ ഇനി നിറവേറി വരാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എത്രയോ ദൂത് കിടപ്പുണ്ടല്ലേ ഒന്ന് നിറവേറ്റാൻ. ഇതെല്ലാം ഒന്ന് നിറവേറി വരണം. സ്തോത്രം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന സകല കാര്യങ്ങളും കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് നീങ്ങിപ്പോകാതെ അതെല്ലാം നമ്മൾ ഏറ്റെടുക്കണം. ദൈവം പറഞ്ഞിരിക്കുന്ന സകലതും. ആദ്യം ദൈവം പറഞ്ഞിരിക്കുന്ന, ദാവീദിൽ കൂടെ പറഞ്ഞ ആദ്യത്തെ ദൂത് ഏതെന്നറിയാമോ? പുസ്തകത്തിനകത്ത് ദാവീദ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞ ആദ്യ ദൂത് ഏതെന്നറിയാമോ? നിങ്ങളുടെ മുഖം കണ്ടപ്പോൾ ഇപ്പോൾ എന്നെ ബോംബ് എറിയെന്ന് തോന്നുന്നു. ഇന്നലെ ഒരു കോമഡി ഉണ്ടതുപോലെ ഒരു താറാവ് ഒരു വലിയൊരു ഗണ്ണും എടുത്തോണ്ട് കോഴിക്കൂട്ടിലേക്ക് ചെന്ന് വെടിവെക്കും പോലെ. ഇപ്പം നിങ്ങൾ എത്ര പേര് കണ്ടെന്നറിയത്തില്ല. KJF-ൽ റോക്കി ഇരിക്കുന്ന ഒരു തോക്ക് പോലത്തെ ഒരു സംഭവം എടുത്തുണ്ട് വെടിവെക്കും പോലെ. നിങ്ങളെല്ലാവരും വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞ് നിങ്ങളെ മുഖം ഇരിക്കുന്ന പേടിയാവുള്ളൂ. സ്വത്രം. ആദ്യം ദാവീദ് എന്താ പറഞ്ഞത്? പറയേ. നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. എന്താ പറഞ്ഞേ? അരുത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. അരുത് എന്ന് പറഞ്ഞ കാര്യം എപ്പോൾ സ്റ്റാർട്ട് ചെയ്തോ അപ്പോഴാണ് വാഴ്ത്തത്വങ്ങൾ നിന്നത്. അതാണ് ഇവിടെ നമ്മൾ വായിച്ചത്. 701 പ്രവചനങ്ങൾ ഇനി എന്ത് ഉണ്ട്? നിറവേറാനുണ്ട്. അപ്പോൾ അരുതെന്ന് പറയുന്ന ഭാഗം നമ്മൾ ചെയ്യരുത്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത്രേ ഉള്ളൂ വിഷയം. അപ്പോൾ ഈ ഭാഗം ഇത്രയും എഴുതി നമ്മൾ നിർത്തുകയാണ്. താഴോട്ട് 1, 2, 3, 4 തുടങ്ങി പിന്നെ കുറച്ച് വാഴ്ചകളും വംശാവലികളും ദാവീദിൻ്റെ അഭിഷേകത്താലുള്ള ഉയർക്കുന്നതും വാഴ്ചയും ശലോമോൻ്റെ ചുമതലകളും ഏൽപ്പിക്കപ്പെടുന്ന ദാവീദിൻ്റെ മരണവും ഒക്കെ ഇതിനകത്തുള്ള ഭാഗം നമുക്ക് പിന്നത്തേതിൽ ചിന്തിക്കാമല്ലോ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അരുത് എന്ന് പറഞ്ഞ ഭാഗം ചെയ്തത് കൊണ്ടാണ് അവിടെ പ്രവചനങ്ങൾ, പിന്നെയും നിവൃത്തിയാകാത്ത പ്രവചനങ്ങൾ 71 കിടക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം.